അരണ്ട വെളിച്ചം എന്ന കഥയുടെ തുടർഭാഗം. ഒരു കടപ്പാടിൻ്റെ പേരിൽ ജീവിതം ഹോമിക്കപ്പെട്ട ആ സാധുവായ സ്ത്രീയുടെ കഥ കേട്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു. ഞങ്ങൾ ഇതുവരെ ചവിട്ടിയരച്ച ആ സ്ത്രീ ഞങ്ങളുടെ അമ്മയായിരുന്നു. അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ള സ്ത്രീയായിരുന്നു. അവർക്ക് സങ്കടം സഹിക്കാനായില്ല. ഒപ്പം തങ്കച്ചിയോടുള്ള അമർഷവും അടക്കാനായില്ല. അവർ ഒന്നും പ്രകടിപ്പിച്ചില്ല. അന്ന് തന്നെ അവർ ആ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി. അവരോടൊപ്പം ഡോക്ടർ മുരളീകൃഷ്ണനും ഉണ്ടായിരുന്നു. അവർ കാര്യങ്ങളെല്ലാം ഡോക്ടർ രാംദാസിനോട് പറഞ്ഞു. അയാൾ അമ്പരന്ന് പോയി. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ടല്ലോ ഇത്, അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കും നേരം ഉച്ചയാകാറായി. അവർ വരാന്തയിൽ ഇറങ്ങിയപ്പോൾ കണ്ടു ദൂരെ നിന്നും നടന്നു വരുന്ന ആ രൂപം. സാരിയുടെ തലയ്ക്കം കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് വരുന്നത് മറ്റാരുമല്ല, സൗദാമിനി. കുട്ടികൾ ഓടി അടുത്തേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ചെന്നു. അവർ അതിശയിച്ചു. എന്നെ തന്നെയാണോ അതോ? അവൾ പുറകിലേക്ക് നോക്കി. അവർ ഓടി വന്ന് സൗദാമിനിയെ കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ. സൗദാമിനിക്ക് ഇനി മരിച്ചാലും വേണ്ടില്ലെന്ന് തോന്നി. സാരമില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. നിങ്ങൾ ഒന്നും അറിയാതെയല്ലേ എന്നോടിങ്ങനെയൊക്കെ ചെയ്തത്. അത് സാരമില്ല. നിങ്ങളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങൾ തിരിച്ചു പോകണം. ഞങ്ങളുടെ കൂടെ അമ്മ വരണം. വേണ്ട, വല്ലപ്പോഴും നേരിട്ട് കാണുവാൻ സാധിച്ചാൽ തന്നെ ഭാഗ്യം. സാധിക്കുമെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വന്നാൽ മതി. കണ്ണു നിറച്ചൊന്ന് കണ്ടാൽ മതി. മറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്കിവിടെ സുഖമാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ സ്ഥിരതയുള്ളവരെക്കാൾ നല്ലതാണ് സ്ഥിരതയില്ലാത്ത ഈ പാവങ്ങൾ. വൈകി പോയെങ്കിലും എൻ്റെ ജീവിതത്തിലും ഒരു അരണ്ട വെളിച്ചമെങ്കിലും തെളിഞ്ഞല്ലോ. അത് മതി ഇനി എനിക്ക് ജീവിക്കുവാൻ. അരണ്ട വെളിച്ചം എന്ന കഥ ഇവിടെ തീരുന്നു.